മാത്തമാറ്റിക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഏത് നമ്പറിൻ്റെയും സ്ക്വയർ സെക്കൻഡുകൾക്കുള്ളിൽ കാണാനുള്ള ഒരു മെത്തേഡാണ്. അത് ഞാൻ ആ മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അതായത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് കാണണം. ഫോർ എക്സാമ്പിൾ എ സ്ക്വയർ കാണണമെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഗതിയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഫോർമുല അറിയാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എ പ്ലസ് ഡി ഇൻറ്റു എ മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഡി സ്ക്വയർ പുറത്തേക്ക് വന്നാൽ വാല്യൂ ഓഫ് എ സ്ക്വയർ ബിക്കം എ പ്ലസ് ഡി ഇൻറ്റു എ മൈനസ് ഡി പ്ലസ് ഡി സ്ക്വയർ. ഇതാണ് ഫോർമുല. ഈ ഫോർമുല വെച്ചിട്ടാണ് ഏത് നമ്പറിൻ്റെയും സ്ക്വയർ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. എന്നോട് 24ൻ്റെ സ്ക്വയർ ചോദിച്ചു. 24ൻ്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് എ പ്ലസ് ഡി ഇൻറ്റു എ മൈനസ് ഡി മോഡൽ എഴുതുക. അതായത് ഈ നമ്പറിനോട് ഒരു നമ്പർ ആഡ് ചെയ്യുക, ഒരു നമ്പർ മൈനസ് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് അതിനെ 10ൻ്റെ മൾട്ടിപ്പിളുമായിട്ട് അടുപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് ഈ 24 എന്ന് പറയുമ്പോൾ 10ൻ്റെ മൾട്ടിപ്പിളായ 20യോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് 20 കിട്ടണമെങ്കിൽ ഇതിന്ന് 4 മൈനസ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ 4 മൈനസ് ചെയ്യുക, അതേപോലെ 4 പ്ലസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ഡിൻ്റെ എ മൈനസ് ഡി അല്ലെങ്കിൽ എ മൈനസ് ഡിൻ്റെ എ പ്ലസ് ഡി എങ്ങനെ എഴുതാം. അതായത് എ പ്ലസ് ഡി ചെയ്യുമ്പോൾ 4 പ്ലസ് ചെയ്താൽ 28, 4 മൈനസ് ചെയ്താൽ 20 പ്ലസ് എന്താണ് നിങ്ങൾ മൈനസും പ്ലസും ചെയ്തത്, 4 അല്ലേ മൈനസ് ചെയ്തത്. ഇതിന്ന് 4 മൈനസ് ചെയ്തു, 4 പ്ലസ് ചെയ്തു. അങ്ങനെയാണ് 28 × 20 കിട്ടിയത്. പ്ലസ് എന്താണോ മൈനസ് ചെയ്തത് അതിൻ്റെ സ്ക്വയർ 4 സ്ക്വയർ. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആയി തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. ചെയ്യലിങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കാം, അതായത് 28 × 20 ചെയ്യണം. 2 × 28 എന്താ 56. അപ്പോൾ 20 × 28 560 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16 വിച്ച് ഈസ് ഇക്വൽ ടു 576. കണ്ടോ, ആൻസർ 576 ആണ്. ഇത് പ്രകാരം ഞാൻ 48ൻ്റെ സ്ക്വയർ കണ്ടു. ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പോകാം കേട്ടോ. അതായത് 48ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 50യോടാണ് അടുത്ത് കിടക്കുന്നത്. പിന്നെ അപ്പോൾ 2 കൂട്ടുക, 2 മൈനസ് ചെയ്യുക. അപ്പോൾ 50 × 46 പ്ലസ് 2ൻ്റെ സ്ക്വയർ 5 × 46 എന്താണ് 230. അപ്പോൾ 2300, 2300ഉം 4ഉം 2304. കണ്ടോ, ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറയുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയി തോന്നും. ഇത് പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിളായി ചെയ്യാം. എങ്ങനെ ഇത് ചെയ്തത് പറ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, 48ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് 50യോടാണ് അടുത്ത് കിടക്കുന്നത്. 50യിലേക്ക് എത്തിക്കണമെങ്കിൽ 2 ആഡ് ചെയ്യണം. അപ്പോൾ 50 × 48 പ്ലസ് 2, പിന്നെ 2 മൈനസ് ചെയ്യും ചെയ്യുക അതിൽ നിന്ന്. അപ്പോൾ 46 പ്ലസ് ഇതിൽ നിന്ന് എന്താണ് പ്ലസ് ചെയ്തത്, എന്താണ് മൈനസ് ചെയ്തത്, അതാണ് ഡി. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അതായത് 2 സ്ക്വയർ. റെഡിയല്ലേ. 50 × 46 ചെയ്യാൻ 5 × 46. എടാ 5 × 46 ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽസ് ഓഫ് മൈൻഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട. അത് അറിയാത്ത ആൾക്കാർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് വെച്ചിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്തിരുന്നത്, ഇതിൻ്റെ പകുതി എടുക്കാം. 230 23 പിന്നെ ഒരു 2 സീറോയാണ് ഇട്ട് കൊടുക്കും. ഒരു 0 ഇട്ടാൽ 5 കൊണ്ട് മൾട്ടിപ്ലിക്കേഷനായി. 2 0 ഇട്ട് എടുത്തു കഴിഞ്ഞാൽ 50ൻ്റെ പ്രൊഡക്റ്റായി. അതായത് 2300 എന്നാണ് ആൻസർ വരിക. പ്ലസ് 4 ദാറ്റ് ഈസ് 2304 എന്ന ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് 48ൻ്റെ സ്ക്വയർ കാണാൻ കഴിഞ്ഞു. ഇനി ഇതേപോലെ ഇപ്പോൾ നിങ്ങളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഈസ് 103 ഹോൾ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടോ, ഇതിൽ നിന്ന് 3 മൈനസ് ചെയ്യുക, 3 പ്ലസ് ചെയ്യുക. അപ്പോൾ 106 × 100. 106 × 100 എന്താ 106 ഇടുക, എന്നിട്ട് 2 0 ഇടാം. പ്ലസ് കുറച്ചത് എന്താ, ഇത് 3 ആണ് മൈനസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്താ 9. അത് ഇതിനോട് കൂട്ടുന്ന സമയത്ത് കണ്ടോ 10609 എന്ന ആൻസർ കിട്ടും. 10609 ഈസ് ആൻസർ. എങ്ങനെ ചെയ്തത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. 100നോടാണ് അടുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് 100 × അല്ലെങ്കിൽ അതിന് മൈനസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. 100 × 106 പ്ലസ് 3ൻ്റെ സ്ക്വയർ. 100 × 106 എന്താ 10,600 പ്ലസ് 9 ദാറ്റ് ഈസ്
10,609 കണ്ടോ, സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ 999 ഹോൾ സ്ക്വയർ ചോദിച്ചു. ഇത് 1000നോടാണ് അടുത്തടക്കുന്നത്. 10ന്റെ പ്രൊഡക്റ്റായ 1000ഉമായിട്ടാണ് അടുത്തടക്കുന്നത്. അതായത് 1 ആഡ് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ 1000 ഇൻറ്റു 1 മൈനസ് ചെയ്താൽ 998 പ്ലസ് മൈനസ് ചെയ്തത് 1 ആണ്. അപ്പോൾ അതിന് സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതറിയാലോ, ഇതിന് ശേഷം 3 പൂജ്യം ഇടാം. പിന്നെ 1 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്ത് കൊടുത്താൽ മതി? പ്ലസ് 1 കൊടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. കണ്ടോ, സിമ്പിളായിട്ട് ഏത് നമ്പറിൻ്റെ സ്ക്വയറും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.